ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് മാക്രമേ ത്രെഡ് എന്നും അവ കൊണ്ടുള്ള യൂസ് എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ എന്തൊക്കെ ടൈപ്പ് മാക്രമേ ത്രെഡ് ഉണ്ടെന്നും അത് മേടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി ഞാൻ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയ പോയിൻ്റാണ് 3 ടൈപ്പ് മേജർ ത്രെഡ്സിനെ കുറിച്ചിട്ട്: സിംഗിൾ സ്ട്രാൻഡ്, ട്വിസ്റ്റഡ്, അതുപോലെ ബ്രെയ്ഡഡ്. ഈ 3ൻ്റെ നല്ല കാര്യങ്ങളോ അതേപോലെ ചീത്ത കാര്യങ്ങളോ എന്തൊക്കെയാണെന്നുള്ളത്, ചീത്തത് എന്നല്ല, കുറച്ച് എനിക്ക് തോന്നിയ മോശം കാര്യങ്ങൾ അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് ഈ ട്വിസ്റ്റഡ് ആയിട്ടുള്ള. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനെ നമ്മൾ പിരിച്ചെടുക്കുന്ന സമയത്ത് ഇതിൽ 3 പ്ലൈസ് കാണാം. എൻ്റെ അടുത്തുള്ള ഈ ഒരു ത്രെഡിലാണ് ഇതിലും കൂടുതൽ പ്ലൈസ് ഉള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ട്വിസ്റ്റഡിൻ്റെ ഇതിൻ്റെ ഒരു ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടായിരിക്കും നമ്മൾ ഓരോ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിനെ കൊണ്ട് വർക്ക് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. നമ്മൾ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭംഗിയൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നാൽ പോലും നമ്മൾ ത്രെഡിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് കറക്റ്റ് വിസിബിൾ ആയിരിക്കില്ല. പിന്നെ അതുപോലെ ഇതിൻ്റെ എഡ്ജസ് നമ്മൾ എപ്പോഴും ചെയ്യുന്ന സമയത്തും പിന്നെ ടേപ്പ് വെച്ച് ഒട്ടിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അതിങ്ങനെ പിരിഞ്ഞ് പോകും. പിന്നെ കയ്യിൽ നമ്മളിങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് വലിയ വർക്ക്സൊക്കെ വരുമ്പോൾ കൈക്ക് കുറച്ച് പെയിൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഏറ്റവും വലിയ ഇതിൻ്റെ ഒരു ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ട്വിസ്റ്റഡിന് കുറച്ചൊരു ഷാർപ്നെസ് ഉള്ളതുകൊണ്ട്. എന്നാൽ സിംഗിൾ സ്ട്രാൻഡിന് അതില്ല. അത് വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം അതിൻ്റെ ഒരു കാര്യത്തിൽ മാത്രമാണ് ട്വിസ്റ്റഡിൽ സിംഗിൾ സ്ട്രാൻഡിനെ അപേക്ഷിച്ചിട്ടുള്ള മെയിനായിട്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ എന്നാൽ നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ കാണാൻ ഉള്ള ഭംഗി അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു വർക്കിന് ഇത് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഏതാണോ ഇഷ്ടം അതിനനുസരിച്ച് എടുക്കാം. പിന്നെ ഇതിൻ്റെ ഫ്രിഞ്ചസിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ ട്വിസ്റ്റഡിൽ ഫ്രിഞ്ചസ് എന്ന് പറയുന്നത് കുറച്ചിങ്ങനെ പിരിച്ചെടുത്തിട്ട് വേണം നമ്മൾ ചീകിയെടുക്കാൻ. പക്ഷേ സിംഗിൾ സ്ട്രാൻഡിൽ വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ചീകിയെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ സിംഗിൾ സ്ട്രാൻഡാണ് ഏറ്റവും പെർഫെക്റ്റായിട്ട് കിട്ടുന്നത്. എന്നാൽ സിംഗിൾ സ്ട്രാൻഡിനും ഉണ്ട് ഒരു ദോഷം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ലെങ്തി ആയിട്ടുള്ള പ്രോജക്ട്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ത്രെഡ് ഇങ്ങനെ ഒലഞ്ഞു പോകും. അത് അതിൻ്റെ ഒരു ഡിഫിക്കൽറ്റിയാണ്. പിന്നെ മൂന്നാമത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെയ്ഡഡാണ്. ബ്രെയ്ഡഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് ഫ്ലെക്സിബിളാണ്. അപ്പോൾ വലിയുന്നത് കൊണ്ട് തന്നെ മെഷർമെൻറ്റ്സ് കറക്റ്റായിട്ട് എടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമേ ബ്രെയ്ഡഡ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അതുപോലെ വേറൊരു മെയിനായിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രിഞ്ചസ് ആണ്. നമ്മൾ ഇത് പിരിച്ചെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ട്. അപ്പോൾ വലിയ വലിയ വർക്ക്സിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ മാക്സിമം ഫ്രിഞ്ചസ് വരാത്ത രീതിയിലുള്ള വർക്കിനൊക്കെയാണ് ബ്രെയ്ഡഡ് നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. അങ്ങനെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം, പക്ഷെ കാണാനൊക്കെ ഭംഗിയായിരിക്കും ഇത് വെച്ച് ചെയ്താലായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് 3 കൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളൊക്കെ. അപ്പോൾ എന്നാൽ ഇന്നതേ ഉപയോഗിക്കാവുള്ളൂ അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തരുടെ വർക്ക് ഓരോരുത്തർക്ക് എങ്ങനെ കാണാൻ ഇഷ്ടമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ത്രെഡ് ചൂസ് ചെയ്യാം. ഇതിന് മിക്സ് ചെയ്താലും വളരെ നല്ലത്. ഒരു ത്രെഡ് ട്വിസ്റ്റഡും സിംഗിളും മിക്സ് ചെയ്യാം, ബ്രെയ്ഡഡും സിംഗിളും മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ട്വിസ്റ്റഡും ബ്രെയ്ഡഡും ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഒരു വർക്ക് ഒരു ത്രെഡ് ഇട്ട് അങ്ങനെയൊന്നുമില്ല. നെക്സ്റ്റ്, ഇത് ഞാൻ ഈ 3 ടൈപ്പ് ത്രെഡ് വെച്ചിട്ടുള്ളൊരു പാറ്റേൺ ആണ്. ഇത് ജസ്റ്റ് എങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വരുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വണ്ണാണ് ഈ ട്വിസ്റ്റഡ്. ഇപ്പോൾ ട്വിസ്റ്റഡിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു നല്ല ടെക്സ്റ്റേർഡ് ആയിട്ടാണ് കാണുന്നത്. കാരണം അതിൻ്റെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല വിസിബിളായിരിക്കും ഓരോ കാര്യങ്ങളൊക്കെ. പക്ഷേ ഞാൻ പറഞ്ഞ നേരത്തെ ലോങ് ആയിട്ടുള്ള വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൈക്ക് ഉണ്ടാകുന്നൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഫ്രിഞ്ചസ് ഉണ്ടാക്കുന്നതിൽ കുറച്ച് ഡിഫിക്കൽറ്റി. അപ്പോൾ ഇത് കുറച്ചിങ്ങനെ പൊന്തിയിട്ടായിരിക്കും നിൽക്കുക. പിന്നെ രണ്ടാമത്തെ ടൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംഗിൾ സ്ട്രാൻഡ്. അത് നല്ല ഫ്ലാറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നോട്ട് വളരെ വിസിബിളായിരിക്കും. മറ്റുള്ള 2 ടൈപ്പിനെ അപേക്ഷിച്ചിട്ട് ഇതിനായിരിക്കും കൂടുതൽ വിസിബിലിറ്റി ഉള്ളത്. പിന്നെ ബ്രെയ്ഡഡിലും അതേപോലെ തന്നെ ഇതിന് സിംഗിൾ സ്ട്രാൻഡ് കഴിഞ്ഞാൽ പിന്നെ ബ്രെയ്ഡഡ്, അത് കഴിഞ്ഞിട്ടാണ് ട്വിസ്റ്റഡ് വരുന്നത്. അപ്പം അതിൻ്റെ നോട്ടിൻ്റെ പാറ്റേണും അതുപോലെ തന്നെ കുറച്ചുകൂടെ മേലെയായിട്ടായിരിക്കും സിംഗിൾ സ്ട്രാൻഡിനെ അപേക്ഷിച്ചിട്ട് വരിക. അതായത് ടെക്സ്റ്റേർഡ് അതിൻ്റെ മിഡിലായിരിക്കും വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കറക്റ്റായിട്ട് മനസ്സിലാവും. ട്വിസ്റ്റഡിൻ്റെതും ഒക്കെ ഓരോന്ന് സൂക്ഷിച്ച് നോക്കിയാൽ അതിൻ്റെ വരുന്ന ഈ ഭംഗി വരുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് സിംഗിൾ സ്ട്രാൻഡാണ്. അപ്പോൾ നിങ്ങൾക്കും അതേപോലെ ഏതാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. വലിയ വലിയ പ്രോജക്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താണ് ഞാൻ ഈ പറയണതെന്നൊക്കെ ഉള്ളതൊക്കെ. അപ്പോൾ ആദ്യം നമ്മൾ ബേസിക് നോക്കിയിട്ടാണ് ബാക്കിയുള്ളതൊക്കെ കാര്യമുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രിഞ്ചസിൻ്റെ കാര്യവും നേരത്തെ പറഞ്ഞിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഫ്രിഞ്ചസിൻ്റെ ഞാൻ ഓരോന്നിനും ഓരോ പ്രശ്നങ്ങളുണ്ട് പറഞ്ഞില്ല. അപ്പോൾ എന്താണെന്നുള്ളത് കാണിച്ചു തരാം.
ഇപ്പോൾ നമ്മളത് ചീർപ്പ് വെച്ചിട്ടാണ് സാധാരണ ഫ്രിഞ്ചസ് ഉണ്ടാക്കുക. ഫ്രിഞ്ചസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ അറ്റത്ത് ഇങ്ങനെ നൂലിനെ ഇങ്ങനെ അഴിച്ചെടുത്തിട്ട് ചെയ്യുന്ന പരിപാടിനെയാണ് ഫ്രിഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്വിസ്റ്റഡിലാകുമ്പോൾ നമ്മൾ ഓരോ ഇഴകൾ അഴിച്ചെടുത്തിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്, അല്ലാതെ നമുക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഫ്രിഞ്ചസ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ സിംഗിൾ സ്ട്രാൻഡാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത്. പക്ഷേ ഇതിനേക്കാളും ബുദ്ധിമുട്ടാണ് ബ്രൈഡഡ് ആയിട്ടുള്ളത്. കാണിച്ചു തരാം കേട്ടോ. സിംഗിൾ സ്ട്രാൻഡാണ് ഫസ്റ്റ് ഏറ്റവും ഈസി, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്വിസ്റ്റഡ്, പിന്നെ ബ്രൈഡഡ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി വരുന്നത്. ഇതിപ്പം ഒന്നിച്ച് എല്ലാം കൂടെ ഫ്രിഞ്ചസ് ഉണ്ടാക്കുന്ന സമയത്ത് ഒന്നിച്ച് ചീകി വെക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പിരിച്ച് വെക്കാം. ഓരോ മെത്തേഡ് ഉണ്ട്, അതൊക്കെ ഓരോരുത്തർ ഉണ്ടാക്കുന്ന രീതിക്കനുസരിച്ച് മാറും. ചിലർ വെറുതെ ഇടും. അപ്പോൾ അത് ഏതാണെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്രിഞ്ചസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം ഒരു നിറയെ വേണ്ട സമയത്ത് ഓരോന്ന് അഴിച്ചെടുത്ത് നമ്മൾ ചെയ്യുമ്പം ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ഈ ഫ്രിഞ്ചസ് ചെയ്യുമ്പോഴുള്ള. എക്സ്ട്രാ വരുന്ന പോർഷനൊക്കെ നമ്മൾ ട്രിം ചെയ്ത് കളയട്ടോ ചെയ്യാം. അപ്പോൾ അതൊക്കെ ഓരോ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെ നമ്മൾ ഫ്രിഞ്ചസ് ഉണ്ടാക്കാൻ സിംഗിൾ സ്ട്രാൻഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ടൈപ്പ് വളരെ സിമ്പിളാണ്. ഇത് നമ്മൾ ജസ്റ്റ് ചീപ്പ് വെച്ചിട്ട് ഒന്ന് കോംബ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ വേഗം കിട്ടും. മറ്റേതിനെ അപേക്ഷിച്ചിട്ട് ഇപ്പം ഈ ചീർപ്പല്ലാതെ വേറെയും ഈ പെറ്റ്സിൻ്റെയൊക്കെ ഇതൊക്കെ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അതൊക്കെയാണെങ്കിൽ പെട്ടെന്ന് കാര്യം നടക്കും, വലിയ വലിയ വർക്ക്സിനൊക്കെ. പക്ഷേ ഈ ബ്രൈഡറിൻ്റെ കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന് മെനക്കെടാറില്ല, കുറച്ച് ഡിഫിക്കൽട്ടാണ് അത് നമ്മൾ പിരിച്ചെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ ആദ്യത്തെ 2 തന്നെ ചൂസ് ചെയ്യുക, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. സോ അപ്പോൾ ഇത്രയാണ് ഞാനൊരു ബേസിക് ആയിട്ടുള്ള മാക്രമേ ത്രെഡിനെ കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ആലോചിക്കുന്നുണ്ട്. എന്തൊക്കെ ടൈപ്പ് നോട്ട്സ് ഉണ്ടെന്നും അതുപോലെ തന്നെ എന്തൊക്കെ പിന്നെ മെത്തേഡ്സ് ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ, ഓരോ കീ ചെയിൻ മുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാറ്റ്, ഷാൻഡിയർ അതുപോലത്തെ വർക്കും കാര്യങ്ങളൊക്കെ വരും വീഡിയോകളിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ വീഡിയോ കൂടുതൽ കാണാനായി എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.